എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു പക ഇങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ടോ? മറ്റൊരാൾ ചെയ്തൊരു തെറ്റോർത്ത് വീണ്ടും വീണ്ടും വിഷമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഭാരം എത്ര വലുതാണെന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഭാരം ഇറക്കി വെക്കുന്നതിനെക്കുറിച്ചാണ്. ക്ഷമ എന്നൊരു വാക്കിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാമെന്ന് നോക്കാം. ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഞെട്ടലുണ്ടാവും, അല്ലേ? പക്ഷെ ഒരു നിമിഷം ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളൊരാളോട് പക മനസ്സിൽ വെക്കുമ്പോൾ സംഭവിക്കുന്നത് ശരിക്കും ഇതാണ്. ദേഷ്യം എന്ന വിഷം നമ്മൾ സ്വയം കുടിക്കുകയാണ്, എന്നിട്ട് പ്രതീക്ഷിക്കുകയാണ് ആ വിഷം മറ്റേയാൾ കേൾക്കുമെന്ന്. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ വിഷം ബാധിക്കുന്നത് നമ്മളെ മാത്രമാണ്, നമ്മുടെ ഉള്ളിനെയാണ്. അപ്പോ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. പക സൂക്ഷിക്കുന്നതിലൂടെ നമ്മൾ മറ്റൊരാളെയാണ് ശിക്ഷിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സത്യത്തിൽ നമ്മൾ നമുക്ക് ചുറ്റുമൊരു തടവര പണിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. എന്തൊരു ശക്തമായ രൂപമയാണല്ലേ! ദേഷ്യം ഒരു തീക്കനൽ പോലെയാണ്. അത് മറ്റൊരാളെ എറിയാൻ വേണ്ടി നമ്മൾ കയ്യിലെടുക്കുന്നു. പക്ഷെ ആലോചിച്ചു നോക്കിക്കേ, ആ കനൽ മറ്റൊരാളുടെ ദേഹത്തെ എത്തുന്നതിന് മുൻപ് ആർക്കാണ് ആദ്യം പൊള്ളുന്നത്? പിടിച്ചിരിക്കുന്ന നമ്മുടെ കൈകൾക്കാണ്. പകയുടെ ആദ്യത്തെ ഇര എപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. ഓരോ ദിവസവും നടന്ന ആ മോശം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തോർത്ത് നമ്മൾ സ്വയം ഒരു ജയിലിൽ അടച്ചിടുന്നതുപോലെയാണ്. ആ ദേഷ്യവും പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹവും നമ്മുടെ ഓരോ നിമിഷത്തെയും സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കും. ഇവിടെയാണ് ഏറ്റവും വലിയൊരു കളി നടക്കുന്നത്. നമ്മുടെ മനസ്സിലെന്താണ് നടക്കുന്നത്? പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ, നമ്മൾ കരുതുന്നത് അവരെ ശിക്ഷിക്കുകയാണെന്നാണ്. പക്ഷെ സത്യത്തിൽ നമ്മൾ സ്വയം എരിഞ്ഞു തീരുവാണ്. നമ്മൾ പ്രതികാരത്തിനു വേണ്ടി കാത്തിരിക്കുന്നു, പക്ഷെ അതിലൂടെ നശിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം മനസ്സമാധാനമാണ്. ഇതൊരു മായയാണ്, ഒരു ഇല്യൂഷൻ. അപ്പോ ഈ സ്വയം പണിത തടവറയിൽ എങ്ങനെ പുറത്തുവരും? അതിന്റെ താക്കോൽ എവിടെയാണ്? അത് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അത് കീഴടങ്ങലല്ല, മറിച്ച് നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. ആ താക്കോലിന്റെ പേരാണ് ക്ഷമ. ക്ഷമ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന എന്തോ വലിയൊരു കാര്യമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. സത്യത്തിൽ അത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ്. ആ ഓർമ്മകളുടെ ഭാരം ഇറക്കിവെച്ച് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും സ്വതന്ത്രമാക്കാനുള്ള ഒരു തീരുമാനം, അതാണ് ക്ഷമ. ഇതൊന്ന് പ്രത്യേകം ഓർക്കണം. ക്ഷമിച്ചു എന്ന് വെച്ച് അവർ ചെയ്തത് ശരിയായി എന്നല്ല അതിനർത്ഥം. ഒരിക്കലുമല്ല. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: ഇനി അവരുടെ തെറ്റോർത്ത് വേദനിക്കാൻ എനിക്ക് വയ്യ, എനിക്കെന്റെ സമാധാനമാണ് വലുത്. അത്രയുള്ളൂ. ആ ഭാരം താഴെ വെച്ച് മുന്നോട്ടു പോകാനുള്ള നമ്മുടെ ഒരു തീരുമാനം. ഇത് വെറുതെ പറയുന്നൊരു ഫിലോസഫി മാത്രമല്ലാട്ടോ. ഇതിന് പിന്നില് ശരിക്കും സയൻസുണ്ട്. നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകൾ കുറയും, ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടും. ഏറ്റവും പ്രധാനമായി, ആ ദേഷ്യം കൊണ്ടു നടക്കാൻ ഉപയോഗിച്ചിരുന്ന നമ്മുടെ മാനസിക ഊർജം അത് ഫ്രീ ആവും. ആ ഊർജം നമുക്ക് സ്നേഹിക്കാനും സന്തോഷിക്കാനും ഉപയോഗിക്കാം. ഇപ്പോ സയൻസ് പറയുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും പുതിയ അറിവുകളല്ല. പണ്ട് മുതലേ നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു ക്ഷമയുടെ ശക്തിയെക്കുറിച്ച്. തലമുറകളായി കൈമാറി വന്ന ഒരു വലിയ സത്യമാണിത്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകൾ കേട്ടുനോക്കൂ. ക്ഷമിക്കുന്നത് ഭീരുക്കളല്ല, ധീരന്മാരാണ്. അതവരുടെ ആഭരണമാണ്. വെറുപ്പിനെ ഇല്ലാതാക്കാൻ വെറുപ്പിന് കഴിയില്ല. അതിന് സ്നേഹത്തിനും ക്ഷമയ്ക്കും മാത്രമേ സാധിക്കൂ. ക്ഷമിക്കുന്നത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത് പോലെയാണ്. അത് ആന്തരിക ശക്തിയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ഓക്കേ, ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ എങ്ങനെ ഇത് ജീവിതത്തിൽ കൊണ്ടുവരും, അല്ലേ? അതാണ് അടുത്ത ചോദ്യം. ആ മാനസിക ഭാരത്തിൽ നിന്ന് നമുക്കെങ്ങനെ മോചനം നേടാം? സമാധാനത്തിലേക്കുള്ള ആ അവസാന ചുവടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള 4 സ്റ്റെപ്പുകളാണിതിനുള്ളത്. ഒന്നാമതായി, ഈ ദേഷ്യം എന്നെ തന്നെയാണ് വേദനിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതൊരു സ്വയം ശിക്ഷിക്കലാണ്. 2, ഈ ഭാരം ഇറക്കിവെക്കാനുള്ള ഒരേയൊരു താക്കോൽ ക്ഷമയാണെന്ന് മനസ്സിലാക്കുക. 3, മറ്റൊരാളുടെ തെറ്റിനേക്കാൾ നിങ്ങളുടെ സ്വന്തം സമാധാനത്തിന് വില കൊടുക്കുക, അതിന് മുൻഗണന നൽകുക. 4ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ഇപ്പോൾ തന്നെ ആ ഭാരം ഇറക്കിവെക്കാനൊരു തീരുമാനമെടുക്കുക. പൂർണ്ണ മനസ്സോടെ ക്ഷമിക്കാൻ പ്രതിജ്ഞ ചെയ്യുക. അവസാനമായിട്ട് ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. ഈ ദേഷ്യവും വെറുപ്പുമൊന്നും നമ്മുടെ യഥാർത്ഥ സ്വഭാവമല്ല. സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുക എന്നതാണ് നമ്മുടെ എല്ലാം അടിസ്ഥാന സ്വഭാവം. ക്ഷമിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളായി മാറുന്നില്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് തിരികെ വരികയാണ് ചെയ്യുന്നത്.
അപ്പോ ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഓർക്കുക, നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ മോചിപ്പിക്കുന്നത് മറ്റൊരാളെയല്ല, അത് നിങ്ങൾക്കായി തന്നെ തിരിച്ചുപിടിക്കുന്ന നിങ്ങളുടെ സ്വന്തം സ്വാതന്ത്ര്യമാണ്. അപ്പോ ആരുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളിന്ന് തിരിച്ചുപിടിക്കാൻ പോകുന്നത്?